Hi everyone, welcome back to Avanor English Hub Grammar Series Part 5. In our previous video, we learned what verbs are and how they classified in traditional and modern grammar. Today, we are moving a step further and exploring verbs classification in modern grammar. We will see how modern grammarians classify verbs and how this helps us understand the structure and use of English better. So, without any delay, let's get started. ട്രഡീഷണൽ ഗ്രാമർ അതേപോലെ തന്നെ മോഡേൺ ഗ്രാമർ ഇത് രണ്ടും എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് 4 വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ബേസിലുള്ള വേർബ് എന്താണെന്നുള്ളതും മോഡേൺ ഗ്രാമറിയൻസിന്റെ ബേസിലുള്ള വേർബ് എന്താണെന്നും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ വേർബ് ഓരോ ടൈപ്പും ലെക്സിക്കൽ മെയിൻ വേർബ് എന്താണ്, ഓക്സിലറി വേർബ് എന്താണ്, മോഡൽ വേർബ് എന്താണ്, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, ലിങ്കിങ്, റെഗുലർ, ഇറഗുലർ, ഫിനിറ്റീവ് ആൻഡ് നോൺ ഫിനിറ്റീവിന്റെ 3 ടൈപ്പ്, ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേൺ ഗ്രാമറിയൻസ് എങ്ങനെയാണ് വേർബിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാട്ട് ടൈപ്പ് ഓഫ് വേർബ് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ എന്താണ്, ഓരോ ടൈപ്പിനനുസരിച്ചിട്ട് അവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ട്രഡീഷണൽ ഗ്രാമറിയൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്നാൽ മോഡേൺ ഗ്രാമറിയൻസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഹൗ ഡസ് ദിസ് വേർബ് ബിഹേവ് ഇൻ ദ സെന്റൻസ്, ഒരു സെന്റൻസിൽ വേർബ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലെക്സിക്കൽ വേർബും ഓക്സിലറി വേർബും. ഇതില് ലെക്സിക്കൽ വേർബ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ലെക്സിക്കൽ വേർബ് അല്ലെങ്കിൽ മെയിൻ വേർബ്. പിന്നെ ഓക്സിലറി വേർബ് ഇതും എന്താണെന്നുള്ളത് അറിയാം. പിന്നെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ഇവിടെ ലെക്സിക്കൽ വേർബിനെ അതിന്റെ അണ്ടറിൽ കുറച്ചും കൂടെ വേർബ്സ് വരുന്നുണ്ട്. ഓക്സിലറി വേർബ് നമുക്ക് ഇവിടെ നോക്കാനില്ല, അത് ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞ ഓക്സിലറിയും അതേപോലെ തന്നെ മോഡൽ വേർബും ആണ്. അപ്പൊ ഇനി മോഡേൺ ഗ്രാമറിയൻസ് എന്താണ് വേർബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈ ലെക്സിക്കലിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നും കൂടെ മോഡേൺ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇതെങ്ങനെയാണ്, ലെക്സിക്കൽ വേർബും ഓക്സിലറി വേർബും മെയിൻ ആയിട്ട് അവർ 2 ആയിട്ടാണ് വേർബിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ലെക്സിക്കൽ വേർബിന്റെ അണ്ടറിൽ വരുന്നത് ഡൈനാമിക്, സ്റ്റാറ്റീവ്, കോപ്പുലർ വേർബ്, നോൺ കോപ്പുലർ വേർബ്, ഇൻട്രാൻസിറ്റീവ്, മോണോ ട്രാൻസിറ്റീവ്, ഡൈട്രാൻസിറ്റീവ്, കോംപ്ലക്സ് ട്രാൻസിറ്റീവ്, കാറ്റനേറ്റീവ്. ഇങ്ങനെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെന്റൻസിൽ വേർബിന്റെ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുള്ളത് ലെക്സിക്കലിന്റെ അണ്ടറിൽ. പിന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓക്സിലറി വേർബ് ആണ്, അതിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ വീഡിയോയിൽ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ടൈപ്പുകളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാത്ത ടൈപ്പ് വേർബുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഓക്സിലറി വേർബ് ആണ് രണ്ടാമതൊരു ഡിവിഷനിൽ വരുന്നത്, അത് പ്രൈമറി ഓക്സിലറി അതേപോലെ തന്നെ മോഡൽ ഓക്സിലറി. നമ്മൾ ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ വേർബ് ക്ലാസിഫിക്കേഷനിൽ മോഡൽ വേർബ്സ് എന്ന് പറയുന്ന സെയിം തന്നെയാണ് എന്ത് ഇവിടെ മോഡൽ ഓക്സിലറി. അതേപോലെ ഓക്സിലറി വേർബ് എന്താണോ അതാണ് ഇവിടെ പ്രൈമറി ഓക്സിലറി ആയിട്ടും കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കൂ, മോഡേൺ ഗ്രാമറിയൻസ് ഈ ലെക്സിക്കൽ വേർബിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഓൺ ദ ബേസിക് ഓഫ് മീനിങ്. മീനിങ്ങിന്റെ ബേസിക്കലി 2 ആയിട്ടാണ്, ഒന്ന് ഡൈനാമിക്കും സ്റ്റാറ്റീവും. ഓൺ ദ ബേസിക് ഓഫ് കോംപ്ലിമെന്റ് പാറ്റേൺ, നമ്മൾ വേർബിന്റെ ഒരു ഫംഗ്ഷൻ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വരുന്ന ടൈപ്പ് ഓഫ് വേർബ്സിനെ ഇൻട്രാൻസിറ്റീവ്, മോണോ ട്രാൻസിറ്റീവ്, ഡൈട്രാൻസിറ്റീവ്, കോംപ്ലക്സ് ട്രാൻസിറ്റീവ് ഇങ്ങനെ 4 ആയിട്ടും, ഫംഗ്ഷൻ ബേസിൽ കോപ്പുലർ ആൻഡ് നോൺ കോപ്പുലർ ബേസിലും, വേർബ് ചെയിൻ ബേസിൽ കാറ്റനേറ്റീവ്, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റീവ് ഓൺ ദ ബേസിക് ഓഫ് മീനിങ്, മീനിങ്ങിന്റെ ബേസിൽ ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റീവും, അത് കഴിഞ്ഞ് നമ്മൾ കോംപ്ലിമെന്റിന്റെ ബേസിൽ ഇൻട്രാൻസിറ്റീവ്, മോണോട്രാൻസിറ്റീവ്, ഡൈട്രാൻസിറ്റീവ്, കോംപ്ലക്സ് ട്രാൻസിറ്റീവ്, ഫംഗ്ഷന്റെ ബേസിൽ കോപ്പുലർ ആൻഡ് നോൺ കോപ്പുലറും, വേർബ് ചെയിന്റെ ബേസിൽ എന്നുവെച്ചാൽ ഒരു വേർബ് വേറൊരു വേർബിനായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നത്, അങ്ങനെ വരുന്നതിനാണ് കാറ്റനേറ്റീവ്. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ വേർബ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്ത് ചെയ്യും, നമ്മളെ കംപ്ലീറ്റ് ചെയ്യും. ഇത് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് മൈൻഡിൽ വെക്കേണ്ട ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം എന്താണ്, ഇത് ലെക്സിക്കൽ വേർബിന്റെ ഇതിൽ വരുന്നതാണ് എന്ത്, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന
ഡൈനാമിക് സ്റ്റാറ്റീവ് വേർബ് അല്ലെ. ഓൺ ദ ബേസിക് ഓഫ് മീനിങ് ഡൈനാമിക്കും സ്റ്റാറ്റീവും വരുന്നുണ്ട്. ഓൺ ദ ബേസിക് ഓഫ് കോംപ്ലിമെന്റ് വേറെ 4 വരുന്നുണ്ട്. ഓൺ ദ ബേസിക് ഓഫ് ഫംഗ്ഷൻ 2 വരുന്നുണ്ട്. ഓൺ ദ ബേസിക് ഓഫ് വേർബ് ചെയിൻ അതിന്റെ ബേസിൽ 1 വരുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്? ലെക്സിക്കൽ വേർബിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ മൈൻഡിൽ വെക്കേണ്ട കാര്യം എന്താണ്? വാട്ട് ഈസ് ലെക്സിക്കൽ വേർബ് അല്ലെങ്കിൽ വാട്ട് ഈസ് മെയിൻ വേർബ്? ഒരു സെന്റൻസിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? വേർബ് ആണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഓക്സിലറി ഹെൽപ്പിംഗ് വേർബ് അല്ലാതെ ബാക്കിയൊക്കെ എന്താണ്? ലെക്സിക്കൽ വേർബ് ആണ്, മെയിൻ വേർബ് ആണ്. അപ്പൊ മെയിൻ വേർബിൽ തന്നെ പലതരത്തിൽ ഓൺ ദ ബേസിക് ഓഫ് മീനിങ് ലെക്സിക്കൽ വേർബ്സ് ക്യാരീസ് ദ മെയിൻ മീനിങ് ഓഫ് ദ സെന്റൻസ്. ഇപ്പൊ റൺ, റൈറ്റ്, നോ, ലവ്, ഓൺ, ബിലീവ് ഇതൊക്കെ എന്താണ്? മെയിൻ വേർബ് ആണ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് എന്ത്? ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ഓക്സിലറി വേർബ് അല്ല, ഓക്സിലറി വേർബിന്റെ കേസേ അല്ല നോക്കുന്നത്. നമ്മളിപ്പോ ഈ പറയുന്ന ഡിവിഷൻസ് ഒക്കെ ഓൺ ദ ബേസിക് ഓഫ് മീനിങ്, ഓൺ ദ ബേസിക് ഓഫ് ഫംഗ്ഷൻ, ഓൺ ദ ബേസിക് ഓഫ് കോംപ്ലിമെന്റ്, ഓൺ ദ ബേസിക് ഓഫ് വേർബ് ചെയിൻ ഇതൊക്കെ എന്താണ്? മെയിൻ വേർബ് ആണ്. ആ മെയിൻ വേർബിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഡൈനാമിക് വേർബ് ആൻഡ് സ്റ്റാറ്റീവ് വേർബ് in detail because this is the one of the most important classification of lexical verb in modern grammar. ലെക്സിക്കൽ വേർബ് ഓൾറെഡി ഇവിടെ പറഞ്ഞു. മെയിൻ ആയിട്ടുള്ള മീനിങ് കൊടുക്കുന്നത്, ഒരു സെന്റൻസിന്റെ മെയിൻ മീനിങ് കൊടുക്കുന്നതാണ്, മെയിൻ ഫംഗ്ഷനിങ് എന്താണെന്ന് പറയുന്നതാണ് ലെക്സിക്കൽ വേർബ്. ഇപ്പൊ മോഡേൺ ഗ്രാമറിയൻസ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, ഡസ് ദ ലെക്സിക്കൽ വേർബ് എക്സ്പ്രസ് ആൻ ആക്ഷൻ ഓർ എ സ്റ്റേറ്റ്? വേർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ഷൻ കാണിക്കാനാണ്. മെയിൻ വേർബ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ആക്ഷൻ ഓറിയന്റഡ് ആണ് അല്ലെ. ആക്ഷൻ ആണ് മെയിൻ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥ കാണിക്കൽ മാത്രമാണോ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ബേസിലാണ് ലെക്സിക്കൽ വേർബിൽ ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റീവ് എന്നുള്ള 2 ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഡസ് ദ ലെക്സിക്കൽ വേർബ് എക്സ്പ്രസ് ആൻ ആക്ഷൻ? ഒരു ആക്ഷൻ മാത്രമാണോ അതോ സ്റ്റേറ്റിലെ? ആക്ഷൻ എന്ന് പറയുമ്പോൾ പ്രവൃത്തിയാണ്. ഇപ്പൊ റൺ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്, റൈറ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ ആണ്. പക്ഷെ നോ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണോ? അല്ല. ലവ് എന്ന് പറയുന്നത്, ഓൺ എന്ന് പറയുന്നത്, ബിലീവ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ബിലീവ് ഒരു ആക്ഷൻ അല്ല, അതൊരു സ്റ്റേറ്റ് ആണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ ആക്ഷൻ മാത്രമല്ല, ഒരു സ്റ്റേറ്റും ഉണ്ട് അല്ലെ. അപ്പൊ സ്റ്റേറ്റിന്റെ ആക്ഷന്റെ ബേസിൽ വേർബിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെക്സിക്കൽ വേർബിനെ തന്നെ എന്ന് വെച്ചാൽ മെയിൻ വേർബിനെ ഓൺ ദ ബേസിക് ഓഫ് ആക്ഷൻ ആൻഡ് ഓൺ ദ ബേസിക് ഓഫ് സ്റ്റേറ്റ് നമ്മൾ ഡൈനാമിക്കും സ്റ്റാറ്റീവും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഡൈനാമിക് എന്താണ്, സ്റ്റാറ്റീവ് എന്താണെന്നുള്ളത് മനസ്സിലാവും. First one, dynamic verb. A dynamic verb expresses an action, an activity, an event or a process. അല്ലെ, നമ്മൾ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡൈനാമിക് വേർബ് എന്ന് പറയുന്നത്. ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി, ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്. സംതിങ് ഹാപ്പൻസ് ഓർ ചേഞ്ചസ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. റീഡിങ്, റൈറ്റിംഗ് ഇതൊക്കെ എന്താണ്? ആക്ഷൻ ആണ്. റൺ, സംതിങ് ഹാപ്പൻസ് ഓർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് വേർബ് എന്ന് പറയുക. അപ്പൊ മെയിൻ വേർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെക്സിക്കൽ വേർബ് ഡിവൈഡഡ് ഓൺ ദ ബേസിക് ഓഫ് ആക്ഷൻ ആൻഡ് സ്റ്റേറ്റ്. അപ്പൊ അതിന്റെ മീനിങ് ആക്ഷൻ ആണോ അല്ലെങ്കിൽ അതിന്റെ മീനിങ് അത് സ്റ്റേബിൾ ആയിട്ടാണോ നിൽക്കുന്നത്, ഒരു ഫീലിംഗ് ആണോ, ഒരു സ്റ്റേറ്റ് ആണോ, അതിന്റെ ബേസ് ചെയ്തിട്ട് 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. അപ്പൊ ആക്ഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് വേർബും സ്റ്റാറ്റീവ് വേർബ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എ സ്റ്റേറ്റ്, എ കണ്ടീഷൻ, എ ഫീലിംഗ്, എ തോട്ട്, പൊസിഷൻ, പെർസെപ്ഷൻ. അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് മെയിൻ വേർബിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ആക്ഷന്റെയും സ്റ്റേറ്റിന്റെയും ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡൈനാമിക് വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ ബേസ്ഡും സ്റ്റാറ്റീവ് വേർബ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബേസ്ഡും ആണ്. എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അലി റൺസ് എവറി മോർണിംഗ്. ഇതെന്താണ്? അലി സബ്ജക്റ്റ് ആണ് അല്ലെ, റൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ആക്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ഷോസ് ആൻ ആക്ഷൻ. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഡൈനാമിക് വേർബ് ആണ്. ഇനി ഇവിടെ ഐ നോ ദ ആൻസർ, നോ ആണ് ഇവിടെ വേർബ് ആയിട്ട് വരുന്നത്, ഐ സബ്ജക്റ്റും ആണ്. നോ എക്സ്പ്രസ് എ സ്റ്റേറ്റ്, നോ ഒരു ആക്ഷൻ ആണോ? അല്ല, എനിക്കത് അറിയാം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഓഫ് നോളേജ് ആണ്. അപ്പൊ അങ്ങനെ ആക്ഷൻ അല്ലാത്തതൊക്കെ എന്താണ്? സ്റ്റാറ്റീവ് വേർബ് ആണ്. ഷീ ലവ്സ് മ്യൂസിക്, ലവ് എന്ന് പറയുന്നത് ആക്ഷൻ ആണോ? അതൊരു എക്സ്പ്രസിങ് ഫീലിംഗ് ആണ് അല്ലെ, അപ്പൊ അത് സ്റ്റാറ്റീവ് ആണ്. ഇനി ഇവിടെ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്, സോ അതെന്താണ്? ഡൈനാമിക് വേർബ് ആണ്. പിന്നെ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് എന്ന് പറയുന്നത് ഷോസ് ആൻ ആക്ഷൻ, ഒരു ആക്ടിവിറ്റി കാണിക്കുന്നതാണ്, സോ ദാറ്റ് ഈസ് ഡൈനാമിക് വേർബ്. ദേ ഓൺ എ ഹൗസ്, അവരൊരു ഹൗസ് ഓൺ ചെയ്യുന്നുണ്ട്, പൊസഷൻ ആണ്. എക്സ്പ്രസ് പൊസഷൻ സ്റ്റാറ്റീവ് വേർബ് ആണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട്
മെയിൻ വേർബിനെ അതിന്റെ ആക്ഷൻ ആൻഡ് അതിന്റെ സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റീവ് വേർബ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇതാണ് വേർബിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻ മോഡേൺ ഗ്രാമർ. മോഡേൺ ഗ്രാമറിൽ ലെക്സിക്കൽ എന്നും അതേപോലെ തന്നെ ഓക്സിലറി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലെക്സിക്കൽ എന്ന് പറയുന്നത് മെയിൻ വേർബ് ആണ്, ഒരു സെന്റൻസിലെ മെയിൻ വേർബ്. ആ മെയിൻ വേർബ് എടുത്ത് ആലോചിക്കുന്ന സമയത്ത് ആ മെയിൻ വേർബിനെ എന്ത് ചെയ്തു, അവരുടെ മീനിങ് പ്രകാരം, അവരുടെ ഫങ്ഷൻ പ്രകാരം, അവരുടെ കോംപ്ലിമെന്റ് പ്രകാരം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചെയിൻ വേർബ്, അങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മീനിങ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒന്ന് ആക്ഷൻ ഓറിയന്റഡ് ആണ്, ഒന്ന് സ്റ്റേറ്റ് ഓറിയന്റഡ് ആണ്. അപ്പൊ ആ മീനിങ് പ്രകാരം നോക്കുമ്പോൾ അതിന് ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റീവ് വേർബ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മെയിൻ വേർബിന് കൊടുത്തു. ഇനി അടുത്ത മെയിൻ വേർബിന് വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഓൺ ദ ബേസിക് ഓഫ് കോംപ്ലിമെന്റ്. അല്ലെ, കോംപ്ലിമെന്റ് ബേസ് ചെയ്തിട്ട് മെയിൻ വേർബിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് നോക്കുക. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതെന്തായിരുന്നു ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാല്? നമ്മളെ വേർബ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ്, ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഈ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ്ഡ് ഓഫ് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റിന്റെ ബേസിലാണ് എന്ത് ചെയ്തിട്ടത്, മെയിൻ വേർബിനെ ട്രാൻസിറ്റീവ്, മോണോ ട്രാൻസിറ്റീവ്, ഡൈ ട്രാൻസിറ്റീവ്, കോംപ്ലക്സ് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് എന്തിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ്? ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇൻട്രാൻസിറ്റീവ്, മോണോ ട്രാൻസിറ്റീവ്, ഡൈ ട്രാൻസിറ്റീവ് ആൻഡ് കോംപ്ലക്സ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ മോഡേൺ ഗ്രാമറിയൻസ് ചോദിക്കുന്നത് വാട്ട് എലമെന്റ്സ് കം ആഫ്റ്റർ ദ വേർബ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് മീനിങ്. ഇപ്പൊ വേർബ് കഴിഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്റിന്റെ ബേസിൽ എന്ന് പറയാൻ എന്താ കാരണം? കാരണം വേർബ് കഴിഞ്ഞാൽ അത് കോംപ്ലിമെന്റ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊക്കെ എന്താണ്, ഒബ്ജക്റ്റ് വരുന്നുണ്ട് അല്ലെ. അതെന്താണ് ആ ഒബ്ജക്റ്റ്? എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ളത്. അത് കോംപ്ലിമെന്റ് ആണ്. അങ്ങനെ കോംപ്ലിമെന്റിന്റെ ബേസിൽ മോഡേൺ ഗ്രാമറിയൻസ് 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതെന്താന്നുള്ളത് നോക്കാം. So what is intransitive verbs? Intransitive verb സെയിം ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം ഇൻട്രാൻസിറ്റീവ് വേർബ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇൻട്രാൻസിറ്റീവ് വേർബ് ഡസ് നോട്ട് റിക്വയർ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് വേണമെന്നില്ല. എക്സാമ്പിൾ നോക്കുക, സബ്ജക്ട്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്? സബ്ജക്ട് പ്ലസ് വേർബ് പാറ്റേൺ ആണ്. മറ്റേത് സബ്ജക്ട് ട്രാൻസിറ്റീവിന്റെ പാറ്റേൺ എന്തായിരുന്നു? സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആയിരുന്നു എന്ത് ചെയ്യുന്നത്, ട്രാൻസിറ്റീവിന്റെ പാറ്റേൺ. അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഇവിടെ ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇൻട്രാൻസിറ്റീവിൽ വരുന്നത്. അപ്പൊ അതിൽ സബ്ജക്ട് ദ ബേബി ക്രൈഡ് എന്ന് പറയുന്ന സെന്റൻസിൽ സബ്ജക്ട് ദ ബേബി, ക്രൈഡ് ആണ് എന്ത് ചെയ്യുന്നത്, വേർബ്. ഒബ്ജക്റ്റ് ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസ് ആണ് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ, ബേർഡ്സ് ഫ്ലൈ. സബ്ജക്റ്റ് ബേർഡ്സ്, വേർബ് ഇവിടെ ഫ്ലൈ ആണ്. അപ്പൊ ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇൻട്രാൻസിറ്റീവ് വേർബ്. അപ്പോൾ വേർബ് പറഞ്ഞാൽ ഫ്ലൈ ഒരു വേർബാണ്. ക്രൈ എന്ന് പറഞ്ഞാല് അത് വേറൊരു വേർബാണ്. അപ്പൊ വേർബ് കഴിഞ്ഞിട്ട് വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ വേറൊരു ആൻസർ, ഒരു ഒബ്ജക്റ്റ് ഇല്ലാന്നെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവിൽ പെടും. ആൻഡ് മോണോ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് ഇത് ഒരു ടൈപ്പ് ഓഫ് ട്രാൻസിറ്റീവ് വേർബ് തന്നെയാണ്. ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ മോണോ മീൻസ് 1 ആണ്. അപ്പൊ ഒന്നും കൂടെ ട്രഡീഷണൽ ഗ്രാമറിയൻസ് വിത്ത് മോഡേൺ ഗ്രാമറിയൻസ് കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ട്രഡീഷണൽ ഗ്രാമറിയൻസ് മോണോ ട്രാൻസിറ്റീവും ഡ്രൈ ട്രാൻസിറ്റീവും എല്ലാത്തിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്തു, ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. എന്നാൽ മോഡേൺ ഗ്രാമറിയൻസ്ക്ക് വരുന്ന സമയത്ത് അവർ ഒരു ഒബ്ജക്റ്റ് ആണെന്നെങ്കിൽ മോണോ ട്രാൻസിറ്റീവ്, 2 ഒബ്ജക്റ്റ് ഉണ്ടെന്നെങ്കിൽ ഡൈ ട്രാൻസിറ്റീവ്, അങ്ങനെ എന്ത് ചെയ്തു, അവർ സ്പെസിഫിക് ചെയ്തിട്ട് അതിനെ ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്തു, മോഡേൺ ഗ്രാമറിയൻസ് അതിനെ ക്ലാസിഫൈ ചെയ്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. മോണോ ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത് എ മോണോ ട്രാൻസിറ്റീവ് വേർബ് ടേക്ക് 1 ഡയറക്റ്റ് ഒബ്ജക്റ്റ്. എന്ന് വെച്ചാൽ അതിന്റെ പാറ്റേൺ എങ്ങനെയാ, സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കൂ, ഷീ ബോട്ട് എ കാർ. ഷീ ഇവിടെ സബ്ജക്റ്റ് ആണ്, ബോട്ട് ഇവിടെ വേർബ് ആണ്. ബോട്ട് വാട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ, എ കാർ. അപ്പൊ അത് മോണോ ട്രാൻസിറ്റീവ്, ഒരു ഒബ്ജക്റ്റേ ഉള്ളൂ. അപ്പൊ എ കാർ. ഐ റീഡ് എ ബുക്ക്. റീഡ് വേർബ് ആണ്, എ ബുക്ക് എന്താണ്, ഇവിടെ ഒബ്ജക്റ്റ് ആണ്.
ഇതാണ് മോണോ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഒരു വേർബ് നമുക്കതിൽ കാണാൻ, ഒരു ഒബ്ജക്റ്റ് നമുക്കതിൽ കാണാൻ പറ്റും. അതാണ് മോണോ ട്രാൻസിറ്റീവ്. നെക്സ്റ്റ് ഡൈ ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഡൈ മീൻസ് ടു ആണ്. അപ്പൊ ഇവിടെ അതിന്റെ പാറ്റേൺ എങ്ങനെയാ നോക്കൂ. സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ മോണോ ട്രാൻസിറ്റീവിൽ എന്തായിരുന്നു പറഞ്ഞത്? സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരുന്നു. ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താ നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരാം. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, റിസീവ്സ് ദ ആക്ഷൻ ഓഫ് ദ വേർബ്. വേർബ് ചെയ്യുന്ന എന്തൊരു ആക്ഷനും കിട്ടുന്നത് ആർക്കാണ്? ഒബ്ജക്റ്റിനാണ്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുക. ഷീ ബോട്ട് എ കാർ. വേർബ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ബോട്ട്, വാങ്ങുക എന്നുള്ളതാണ്. അതിന്റെ ആക്ഷൻ, ആ ആക്ഷൻ റിസീവ് ചെയ്യുന്നത് എന്താണ്? ബോട്ട് എന്താണ്? കാർ. ആക്ഷൻ റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയാം. അപ്പൊ ഷീ ബോട്ട് എ കാർ. അപ്പൊ അവിടെ സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് എന്താണ്? ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും എന്താണെന്നുള്ളതാണ്. സബ്ജക്ട് എന്താണെന്ന് അറിയാം, വേർബ് എന്താണെന്ന് അറിയാം, ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാം. ഇനി ഒബ്ജക്റ്റിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്താന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് നോക്കാം. ദ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഈസ് ദ പേഴ്സൺ ഓർ തിങ് ഡയറക്ട്ലി അഫക്റ്റഡ് ബൈ ദ ആക്ഷൻ. ആ ആക്ഷൻ നേരിട്ട് ആരിലേക്കാണോ എത്തുന്നത് അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഫസ്റ്റ് എത്തുന്നത്. ഷീ ബോട്ട് എ കാർ എന്ന് പറയുന്നത് എന്താണ്? ഷീ ബോട്ട് എ കാർ എന്ന് പറയുമ്പോൾ ആകെ വരുന്ന ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? ഇവിടെ കാറാണ്. therefore ഡയറക്റ്റ് ഒബ്ജക്റ്റ് കാറാണ്. ഇനി ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഗേവ് മീ എ ബുക്ക്. ഷീ ഗേവ് വാട്ട്? ഷീ ഗേവ് വാട്ട്? എ ബുക്ക്. ആർക്ക്? ടു മീ എന്ന് പറയുമ്പോൾ മീ ആണ് ഇവിടെ എന്ത് വരുന്നത്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഈസ് ദ പേഴ്സൺ ഹു റിസീവ്സ് ദ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഈ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആർക്കാണോ കിട്ടുന്നത് അവരാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഷീ ഗേവ് മീ എ ബുക്ക് എന്ന് പറയുമ്പോൾ ഗേവ് വാട്ട് എന്ന് ചോദിച്ചാൽ എ ബുക്ക്. എന്താണ് ആ വേർബ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്? എന്താണ്? ഒരു ബുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ബുക്ക് എന്നുള്ളത് എന്ത് ചെയ്തു? ഡയറക്റ്റ് ഒബ്ജക്റ്റും. അത് ആർക്ക് കൊടുത്തു എന്നുള്ളതാണ്? ഗേവ് ദ ബുക്ക് ടു ഹൂം എന്ന് ചോദിച്ചാൽ മീ. മീ എന്ന് പറയുന്നത് ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ മീ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നൗണും പ്രൊനൗണും ഒക്കെ ചിലപ്പോൾ ഒബ്ജക്റ്റ് ആവും. നൗൺ പ്രൊനൗൺ ഒക്കെ എന്ത് ചെയ്യും? ഒബ്ജക്റ്റിൽ വരും. അപ്പൊ ഒന്നെങ്കിൽ മീ ആയിരിക്കും, അല്ലെ ഏതെങ്കിലും ഒരു നൗണോ പ്രൊനൗണോ വരുന്നത്. അപ്പൊ ഷീ ഗേവ് മീ എ ബുക്ക് എന്ന് പറയുമ്പോൾ ഷീ ഗേവ് വാട്ട് എന്ന് ചോദിച്ചാൽ എ ബുക്ക്. ടു ഹും എന്ന് ചോദിച്ചാൽ ആർക്കാണ്? മീ. അപ്പൊ മീ ആണ് ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ബുക്ക് ആണ് ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റും. ഇനി തിരിച്ച് നമ്മളെ ഡൈ ട്രാൻസിറ്റീവിലേക്ക് വരിക. അപ്പൊ ഡൈ ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസിൽ സബ്ജക്റ്റും വേർബും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും പിന്നെ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ടാവും. എക്സാമ്പിൾ നോക്കുക. നമ്മളിപ്പോ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഷീ ഗേവ് മീ എ ബുക്ക് എന്ന് പറയുന്നതിൽ ഗേവ് എന്ന് പറയുന്നത് വേർബും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ടാവുമ്പോൾ വരുന്ന വേർബാണ് എന്ത്? ഗേവ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡൈ ട്രാൻസിറ്റീവ് വേർബാണ്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ദ ടീച്ചർ തോട്ട് us ഗ്രാമർ. ദ ടീച്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയി, തോട്ട് എന്ന് പറയുന്നത് എന്താണ്? പഠിപ്പിച്ചു എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്, അല്ലെ? വേർബാണ്. എന്താ പഠിപ്പിച്ചത്? ഗ്രാമർ. ആ വാട്ട്? തോട്ട് വാട്ട് എന്ന് ചോദിച്ചാൽ ഗ്രാമർ. ടു ഹൂം? ആർക്ക്? അസ്, ഞങ്ങൾക്ക്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഗ്രാമറും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അസും ആണ്. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. മൈ ഫാദർ ബോട്ട് മീ എ ബൈസൈക്കിൾ. മൈ ഫാദർ സബ്ജക്റ്റ് ആയി, ബോട്ട് എന്ന് പറയുന്നത് വേർബ് ആണ്. ബോട്ട് വാട്ട്? എന്ത് വാങ്ങിച്ചു എന്നുള്ളത് അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. സൈക്കിൾ അത് ആർക്ക് വാങ്ങിച്ചു? മീ. അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അത് ഡൈ ട്രാൻസിറ്റീവ് സുഖല്ലേ? മോണോ ട്രാൻസിറ്റീവ് പറയുമ്പോൾ അതിൽ ഇൻഡയറക്റ്റ് ഉണ്ടാവില്ല, ഡയറക്റ്റ് ഒബ്ജക്റ്റേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഷീ ബോട്ട് എ കാർ എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ഇതാണ് മോണോ ട്രാൻസിറ്റീവും ഡൈ ട്രാൻസിറ്റീവും. അപ്പൊ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ ഒബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റ് ഇല്ല. അപ്പൊ പിന്നെ അവിടെ ഡൈ ട്രാൻസിറ്റീവിന്റെ മോണോ ട്രാൻസിറ്റീവിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്നത് എന്താണ്? നമുക്ക് ട്രാൻസിറ്റീവ് വേർബില് മോണോ ട്രാൻസിറ്റീവ്, ഡൈ ട്രാൻസിറ്റീവ് ഉണ്ട്. പിന്നെ വരുന്നത് കോംപ്ലക്സ് ട്രാൻസിറ്റീവ് വേർബ് ആണ്. അപ്പൊ അതിൽ വരുന്ന അടുത്തൊരു ഡിവിഷൻ ആണ് കോംപ്ലക്സ് ട്രാൻസിറ്റീവ് വേർബ്. ട്രാൻസിറ്റീവ് വേർബിൽ തന്നെ വരുന്നതാണ് എന്ത്? മോണോ ട്രാൻസിറ്റീവ്, ഡൈ ട്രാൻസിറ്റീവ്. പിന്നെ അതിൽ അടുത്തൊരു ഡിവിഷൻ ആണ് കോംപ്ലക്സ് ട്രാൻസിറ്റീവ്. ഇത് ഓൺ ദ ബേസിക് ഓഫ് കോംപ്ലിമെന്റ് ആണ്.
അല്ലെ, കോംപ്ലിമെന്റിന്റെ ബേസ് ചെയ്തിട്ട്. ഇപ്പൊ നമ്മൾ വേർബിന്റെ ആക്ഷൻ കിട്ടുന്നത് ആർക്കാ? നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉള്ളൂന്നെങ്കിൽ മോണോ ട്രാൻസിറ്റീവ്, രണ്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ ട്രാൻസിറ്റീവ്. ഇനി ഒബ്ജക്റ്റ് ഒന്നും ഇല്ല, ഒരു കോംപ്ലിമെന്റ് ഇല്ല എങ്കിലാണെങ്കിൽ ഇൻട്രാൻസിറ്റീവ്. ഇവിടെ കോംപ്ലക്സ് ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എ കോംപ്ലക്സ് ട്രാൻസിറ്റീവ് വേർബ് ടേക്സ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റും ഉണ്ടാവും, പിന്നെ ആ ഒബ്ജക്റ്റിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന വേറൊരു ഒബ്ജക്റ്റ് കോംപ്ലിമെന്റും കൂടെ ഉണ്ടാവും. അപ്പൊ അതിന്റെ സബ്ജക്ട് പാറ്റേൺ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് ഉണ്ടാവും, വേർബ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും, ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ഉണ്ടാവും. വാട്ട് ഈസ് എൻ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്? എന്താ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല്? An object complement gives extra information about the object. ഈ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് എക്സ്ട്രാ ഇൻഫോർമേഷൻസ് തരുന്ന ഒബ്ജക്റ്റിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുക. ഇവിടെ എക്സാമ്പിൾ ഇതാ, വി ഫൗണ്ട് ദ റൂം എംപ്റ്റി. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ എന്താണ്? വി ഫൗണ്ട്. വി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഫൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? വേർബ് ആണ് അല്ലെ. അപ്പൊ ഫൗണ്ട് വാട്ട് എന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റ് ഉണ്ട്, ദ റൂം. പക്ഷെ റൂമിന്റെ ഒരു സെക്കൻഡ് ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ട് എംപ്റ്റി വരൂല. റൂം ടു ഹൂം എന്നോ അങ്ങനെയെങ്കിൽ ആർക്ക് കൊടുത്തു അങ്ങനെയൊന്നും നമുക്ക് അതിലൊരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അവിടെ വരുന്നില്ല. പക്ഷെ എങ്ങനത്തെ റൂം എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അല്ലെ, വാട്ട് ടൈപ്പ് ഓഫ് റൂം, അല്ലെങ്കിൽ ആ റൂമിനെ എങ്ങനെയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്? എംപ്റ്റി റൂം എന്നാണ്. അപ്പൊ അത് ഈ റൂമിനെ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വി ഫൗണ്ട് ദ റൂം എംപ്റ്റി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? എംപ്റ്റി ഇവിടെ ഒരു കോംപ്ലിമെന്റ് ആണ്. ഈ ഒബ്ജക്റ്റ് റൂം എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ കോംപ്ലിമെന്റ് ചെയ്യാണ് എംപ്റ്റി. സോ ഒബ്ജക്റ്റ് ദ റൂം കോംപ്ലിമെന്റ് എംപ്റ്റി. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്തു? കോംപ്ലക്സ് ട്രാൻസിറ്റീവ് വേർബ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ വേറൊരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ദേ എലക്റ്റഡ് ഹിം പ്രസിഡന്റ്. ദേ സബ്ജക്റ്റ് ആണ്, എലക്റ്റഡ് എന്ന് പറയുമ്പോൾ വേർബായി, ഹിം എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ദേ എലക്റ്റഡ് വാട്ട് എന്ന് വെച്ചാൽ അവനെ അല്ലെ, ഹിം. പക്ഷെ ആ ഹിമ്മിനെ എങ്ങനെയാണ് കോംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? പ്രസിഡന്റ് ആയിട്ടാണ്. അപ്പൊ കോംപ്ലിമെന്റ് ഡിസ്ക്രൈബ്സ് ദ ഒബ്ജക്ട്. ഈ ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? കോംപ്ലിമെന്റ് വരുന്നത്. അപ്പൊ അങ്ങനെ കോംപ്ലിമെന്റ് കൊടുക്കുന്ന ഒബ്ജക്റ്റിനെ കോംപ്ലിമെന്റ് ചെയ്ത് വരുന്ന സെന്റൻസുകൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സെന്റൻസുകളെ നമ്മൾ കോംപ്ലക്സ് ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയും. ഇനി കോംപ്ലിമെന്റ് ബേസ് ചെയ്ത് വരുന്ന 4 ടൈപ്പിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് വേർബേ ഉണ്ടാവുള്ളൂ, അവിടെ എന്തുണ്ടാവില്ല? ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. മോണോ ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ഉണ്ടാവും. ഡൈട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. കോംപ്ലക്സ് ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ് വരിക. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻട്രാൻസിറ്റീവിൽ ഒബ്ജക്റ്റ് ഇല്ല, മോണോ ട്രാൻസിറ്റീവിൽ 1 ഒബ്ജക്റ്റ്, ഡൈട്രാൻസിറ്റീവിൽ 2 ഒബ്ജക്റ്റ്, കോംപ്ലക്സ് ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് കോംപ്ലിമെന്റ് ആണ്. അപ്പൊ അതന്നെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തൊരു പാറ്റേൺ നോക്കാം, അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ലെക്സിക്കൽ, ഇതൊക്കെ മെയിൻ വേർബിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ലെക്സിക്കൽ വേർബ് എന്ന് പറയുന്നത് മെയിൻ വേർബ് ആണ്. മെയിൻ വേർബ് ബൈ കോംപ്ലിമെന്റ് പാറ്റേൺ അല്ലെ, അതിന്റെ കോംപ്ലിമെന്റ് പാറ്റേൺ. അപ്പൊ വേർബിന്റെ കൂടെ വരുന്ന കോംപ്ലിമെന്റുകളാണ് ഒബ്ജക്റ്റും ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒബ്ജക്റ്റ് കോംപ്ലിമെന്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വേർബിന്റെ കൂടെ അഡീഷണൽ വേർബ് കഴിഞ്ഞിട്ട് വരുന്നതൊക്കെയാണത്. ഉണ്ടെങ്കിൽ അവരെ ഒന്നാണെങ്കിൽ മോണോ ട്രാൻസിറ്റീവ്, ഒന്നും ഇല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ്. കോംപ്ലിമെന്റ് ഇല്ലാന്നെങ്കിൽ ഇൻട്രാൻസിറ്റീവ് ആണ്. കോംപ്ലിമെന്റ് 1 ആണെന്നെങ്കിൽ 1 ഒബ്ജക്റ്റ് ആണെന്നെങ്കിൽ മോണോ ട്രാൻസിറ്റീവ്. 2 ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഡൈട്രാൻസിറ്റീവ്. ഒബ്ജക്റ്റ് വിത്ത് കോംപ്ലിമെന്റ് ആണെങ്കിൽ കോംപ്ലക്സ് ട്രാൻസിറ്റീവ്. അങ്ങനെ മെയിൻ വേർബിനെ ഓൺ ദ ബേസിക് ഓഫ് കോംപ്ലിമെന്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഈ 4 കാറ്റഗറി. ഇനി മെയിൻ വേർബിനെ തന്നെ ഓൺ ദ ബേസിക് ഓഫ് മീനിങ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് വേർബ്സ്. എന്നുവെച്ചാൽ ആക്ഷൻ ആണ് ഒന്ന്, മറ്റേതൊന്ന് സ്റ്റേറ്റ് ബേസ്ഡ് ചെയ്തിട്ടാണ്. ഇനി മോഡേൺ ഗ്രാമർ ക്ലാസിഫൈസ് ലെക്സിക്കൽ വേർബ് അക്കോർഡിംഗ് ടു ദെയർ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് കോപ്പുലർ ആൻഡ് നോൺ കോപ്പുലർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലെക്സിക്കൽ വേർബ് മെയിൻ വേർബിനെ ഓൺ ദ ബേസിക് ഓഫ് ദെയർ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഇവിടെ ഈ കോപ്പുലർ വേർബ് എന്ന് പറയുന്നത് is equal to our linking verb. നമ്മൾ ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷനിൽ ഒരു ലിങ്കിങ് വേർബ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ലിങ്കിങ് വേർബ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ കോപ്പുലർ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ കണക്ട് ദ സബ്ജക്ട് ടു ഇൻഫോർമേഷൻ അബൌട്ട് ദ സബ്ജക്ട്. എക്സാമ്പിൾ നോക്കൂ, ഷീ ഈസ് ഹാപ്പി എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് എടുക്കുക. അപ്പൊ സബ്ജക്റ്റിനെ
സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു കണക്റ്റിംഗ് വേർബ് ആയിട്ടാണ് ഈസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് കോപ്പുലർ വേർബ് അല്ലെങ്കിൽ ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്, കോപ്പുലർ വേർബ് ഇവിടെ എന്തായി, ഈസ് ആയി. അപ്പൊ ഈ ഷീനെയും അതിന്റെ കോംപ്ലിമെന്റിനെയും കണക്ട് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിങ്കിങ് വേർബ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ കോപ്പുലർ വേർബ് എന്ന് പറയാം. ഇവിടെ എക്സാമ്പിൾ നോക്കുക, ഷീ ഈസ് ഹാപ്പി, ഹി ബിക്കെയിം എ ഡോക്ടർ. ഹി എന്നുള്ളതിനെ ഡോക്ടർ എന്നുള്ളതിലേക്ക് ലിങ്ക് ചെയ്യിപ്പിക്കുന്ന വേർബാണ് എന്ത്, കോപ്പുലർ വേർബ് എന്ന് പറയുന്നത്. സൂപ്പ് ഗുഡ്, സൂപ്പ് ടേസ്റ്റ് ഗുഡ് ആണ്. ഈ രണ്ട് വേർഡ്സിനെയും കണക്ട് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. ഇതാണ് കോപ്പുലർ വേർബ് എന്ന് പറയുന്നത്. ഈ നോൺ കോപ്പുലർ എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, നോൺ കോപ്പുലർ വേർബ്സ് ഡസ് നോട്ട് ലിങ്ക് സബ്ജക്ട് ടു കോംപ്ലിമെന്റ്. സബ്ജക്റ്റിന് അതിന്റെ കോംപ്ലിമെന്റിനായിട്ട് എന്ത് ചെയ്യില്ല, ലിങ്ക് ഉണ്ടാക്കാത്തതൊക്കെ എന്ത് ചെയ്തു, നോൺ കോപ്പുലർ വേർബായി. അപ്പോൾ അത് ഇറ്റ് എക്സ്പ്രസ് ആക്ഷൻ, ആക്ടിവിറ്റി, ഈവന്റ്, പ്രോസസ് ഒക്കെ പറയും. ഇപ്പൊ എക്സാമ്പിൾ ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഇപ്പൊ ഷീ എന്ന് പറയുന്ന ഈ ലെറ്ററിനെ ഇപ്പൊ ഷീ ഈസ് ഹാപ്പി എന്ന് പറയുന്ന പോലെ അല്ലല്ലോ, ഷീ ഹാപ്പി ആണ് എന്ന് പറയുന്ന പോലെ ഷീ ഒരു ലെറ്റർ ആണോ, അല്ല. ഹി ഈസ് എ ഡോക്ടർ എന്ന് പറയുമ്പോൾ അവൻ ഡോക്ടർ എന്ന് പറയുന്ന പോലെ ഷീ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, ആവശ്യം വരുന്നില്ല. അപ്പൊ ഷീ റൈറ്റ്സ് എ ലെറ്റർ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യിപ്പിക്കാൻ ആവശ്യം വരാത്ത ടൈപ്പ് ഓഫ് വേർബിനെ നമ്മൾ എന്ത് ചെയ്തു, നോൺ കോപ്പുലർ വേർബ് എന്ന് പറയും. ഇവിടെ കോപ്പുലർ വേർബ് നോൺ കോപ്പുലർ വേർബ് തമ്മിലൊരു ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോപ്പുലർ വേർബ് ലിങ്ക് സബ്ജക്ട് ടു കോംപ്ലിമെന്റ്, സബ്ജക്റ്റിന് അതിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക. നോൺ കോപ്പുലർ എന്താ ചെയ്യുക, ആക്ഷനും ഇവന്റും കാണിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആക്ഷൻ ആണല്ലേ, അവൾ ചെയ്യുന്ന ആക്ഷൻ ആണ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ഷീ ഈസ് ഹാപ്പി, ഇവിടെ എക്സാമ്പിൾ ഷീ റൈറ്റ്സ് ലെറ്റർ. ഇതങ്ങനെ സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിരിക്കും. ഇവിടെ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, സബ്ജക്റ്റും കോംപ്ലിമെന്റ് തമ്മിൽ റിലേഷൻഷിപ്പോ കണക്ഷനോ വരാത്ത ടൈപ്പ് ഓഫ് വേർബുകളെ നമ്മൾ നോൺ കോപ്പുലർ വേർബ്സ് എന്ന് പറയും. മോഡേൺ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷനിൽ വേർബ് ചെയിനിൽ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ലെക്സിക്കൽ വേർബിലെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ വേർബ് ചെയിൻ. ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഒന്നിങ്ങനെ കണക്ട് ആയി വരുന്നതിനാണ് നമ്മൾ ചെയിൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ കാറ്റനറ്റീവ് വേർബ് എന്ന് പറയുന്നത്, the word catenative comes from the Latin word catena which means chain. ചെയിൻ എന്നുള്ള മീനിങ്ങിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ കാറ്റനറ്റീവ് വേർബ്സ് എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാന്നുള്ളത് നോക്കാം. ക്രിയേറ്റ് ചെയിൻ ഓഫ് വേർബ്സ്, വേർബ്സിന്റെ ചെയിൻ, ഒരു വേർബിനെ കണക്ട് ചെയ്തിട്ട് അടുത്ത വേർബ് വരിക അല്ലെങ്കിൽ അടുത്ത ഇത് വരിക, അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ കാറ്റനറ്റീവ് എന്ന് പറയാം. ഈ ഒരു സെന്റൻസ് നോക്കൂ, ഐ വാണ്ട് ടു സ്റ്റഡി എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ്, വാണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു വേർബാണ്, ടു സ്റ്റഡി എന്ന് പറയുന്നത് ഇവിടെ വേറൊരു വേർബാണ് അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു വാണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അടുത്തൊരു സെന്റൻസും കൂടെ അടുത്തൊരു വേർബും കൂടെ വരുന്നത്. ഈ വാണ്ടിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ടു സ്റ്റഡി വരുന്നത്. The first verb is connected to another verb. അതുകൊണ്ടാണ് ഇവിടെ ഒരു verb chain create ചെയ്യുന്നുണ്ട്. So this is called catenative verb എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കുക. I want to learn English. Want to learn. One verb leads to another verb. Link like in a chain. ഒരു ചെയിൻ കണക്ട് ചെയ്തതുപോലെ want എന്ന് പറയുന്നത് എന്ത് ചെയ്തു, to learn എന്ന് പറയുന്ന വേറൊരു വേർബിനായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് വേർബ്സിനെയാണ് നമ്മൾ കാറ്റനറ്റീവ് വേർബ്സ് എന്ന് പറയാം. ഈ ടു ലേൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജെറണ്ടിലും അതേപോലെ നമ്മൾ ട്രഡീഷണൽ ഗ്രാമർ പഠിക്കുന്ന സമയത്ത് അതിന്റെ ലാസ്റ്റിലെ നോൺ ഫിനിറ്റ് വേർബില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടു എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് വേർബിന്റെ കേസിൽ പറഞ്ഞ സമയത്ത് ടു വെച്ച് വരുന്നതൊക്കെ ഇൻഫിനിറ്റ് വേർബ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വാണ്ട് ഇവിടെ എന്ത് ചെയ്തു, കാറ്റനറ്റീവ് വേർബും ടു ലേൺ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് വേർബും ആയിട്ട് എന്ത് ചെയ്തു നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഡിസൈഡഡ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ്, ഷീ ഡിസൈഡഡ് ടു ലീവ്. ഡിസൈഡഡ് എന്ന് പറയുന്നത് ഇവിടെ കാറ്റനറ്റീവ് വേർബും അതിനെ കണക്ട് ചെയ്ത് വരുന്നത്, ലിങ്ക് ചെയ്ത് വരുന്നത് ടു ലീവ് എന്ന് പറയുന്ന വേറൊരു വേർബാണ്. അങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന വേർബ്സിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയാം, കാറ്റനറ്റീവ് വേർബ് എന്ന് പറയാം. ഇനി ഓവറോൾ ഒരു സമ്മപ്പും കൂടെ നോക്കുക. വേർബ് എന്ന് പറഞ്ഞു, വേർബിനെ നമ്മൾ മോഡേൺ ഗ്രാമറിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ലെക്സിക്കൽ വേർബ് എന്നും ഓക്സിലറി വേർബ്സ് എന്നും. അപ്പൊ അതിൽ ഡൈനാമിക് വേർബ് എന്താ നമ്മൾ പറഞ്ഞു, സ്റ്റാറ്റീവ് വേർബ്സിൽ ആക്ഷൻ ബേസ് ചെയ്ത് വരുന്നത് ഡൈനാമിക് വേർബും, സ്റ്റേറ്റ് അല്ലെ സ്റ്റേറ്റ് ആയിട്ട് കാണിക്കുന്നത് എന്ത് ചെയ്തു, പൊസസിങ്, സ്റ്റേറ്റ്സ്, അതൊക്കെ സ്റ്റാറ്റീവ് വേർബ്സിലും പെടും. കോപ്പുലറും നോൺ കോപ്പുലറും നമ്മൾ പറഞ്ഞു. ലിങ്കിങ് വേർബ് എന്താണോ അത് തന്നെയാണ് കോപ്പുലർ വേർബ് എന്ന് പറയുന്നത്.
and intransitive, monotransitive, ditransitive, complex transitive on the basic of കോംപ്ലിമെന്റേഷൻ വരുന്നതിനനുസരിച്ചല്ലേ. ഒബ്ജക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മോണോട്രാൻസിറ്റീവും, രണ്ട് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻഡയറക്റ്റും ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ടെങ്കിൽ അത് ഡൈട്രാൻസിറ്റീവും, കോംപ്ലക്സ് ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റും പിന്നെ ഒരു ഒബ്ജക്റ്റ് കോംപ്ലിമെന്റും ആണ് വരുന്നത്. കാറ്റനേറ്റീവ് വേർബ് ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, ചെയിൻ കണക്കിന് ഒരു വേർബിനെ മറ്റൊരു വേർബായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് സിമ്പിൾ ആണ് വേർബ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇനി ഇതിൽ അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓക്സിലറി വേർബ്സ് ആണ്. ഈ ഓക്സിലറി വേർബ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ പറഞ്ഞ സമയത്ത്. പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നോക്കുന്നില്ല. So that's all about today's session. Thank you.